الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡുകളിൽ വളരെ അശ്രദ്ധമായി ക്രോസ് ചെയ്തു പോകുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരം ആളുകൾ വല്ലാത്തൊരു ഭീഷണി തന്നെയാണ്. ഒരു വേള ഇടതുഭാഗത്തേക്ക് മാത്രം നോക്കി വലതുഭാഗം നോക്കാതെ വീട്ടുമുറ്റത്തുകൂടെ നടക്കുന്ന ലാഘവത്തോടെയാണ് ചില ആളുകൾ നടന്നു പോകാറുള്ളത്. ചിലപ്പോഴൊക്കെ അവര് ക്രോസ് ചെയ്തു പോകുമെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ ഈ ലാഘവത്വം തീരാ ദുഃഖങ്ങൾ സമ്മാനിക്കുന്ന അപകടങ്ങളിലേക്ക് നയിക്കും എന്നത് തീർച്ചയാണ്. കിട്ടാവുന്ന ഭക്ഷണവും പാനീയങ്ങളൊക്കെ വാരി വലിച്ച് ശ്രദ്ധയില്ലാതെ കഴിച്ച് സ്വന്തം ശരീരത്തെ മാരകമായ രോഗങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം ഇന്ന് അധികരിച്ചിരിക്കുകയാണ്. ബ്ലോഗർമാരും യൂട്യൂബർമാരുമൊക്കെ വിവിധങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഭക്ഷണത്തോടുള്ള ആർത്തി അറിയാതെ നമ്മിലൊക്കെ കടന്നുകൂടുമ്പോൾ ശ്രദ്ധക്കുറവ് അപകടകരമായ രോഗങ്ങൾ വിളിച്ചുവരുത്തും എന്നത് തീർച്ചയാണ്. ഭൗതികമായ കാര്യങ്ങളിൽ സംഭവിക്കുന്ന ലാഘവത്വം സമ്പത്തിനെ, ശരീരത്തെ, മനസ്സിനെ, കുടുംബത്തെ, മറ്റെല്ലാറ്റിനെയും ഇത്രത്തോളം അപകടകരമായ രീതിയിൽ ബാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാകട്ടെ എന്ന നിലക്കുള്ള നീക്കം ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ സമ്മാനിക്കും. പലതും കേൾക്കുകയാണ്, അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്, ചിന്തിക്കുകയാണ്.
പലവിധ ചർച്ചകൾ നമ്മൾ വീക്ഷിക്കുന്നു. ആ വീക്ഷണങ്ങളിൽ, ആ കേൾവികളിൽ പലതും ഇസ്ലാമിക വിമർശകരുടെ വാക്കുകളാണ്. ഇസ്ലാമിന്റെ ആദ്യാധ്യാപനങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക വിജ്ഞാനം പോലുമില്ലാത്ത ആളുകൾ ഇസ്ലാമികമായ അടിത്തറകളെ വെച്ചുകൊണ്ടുള്ള ഇത്തരം ദുർവ്യാഖ്യാനങ്ങളിൽ അറിയാതെ വീണുപോവുകയാണ്. ഇസ്ലാമിനെക്കുറിച്ച് അവരും പറയാൻ പാടില്ലാത്തത് പറയുകയാണ്, ധരിക്കാൻ പാടില്ലാത്തത് ധരിച്ചു വെക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ആകട്ടെ എന്ന തോതിൽ, എന്ന നിലക്ക് അവർ മുന്നോട്ടു പോവുകയാണ്. സഹോദരന്മാരെ, ശ്രദ്ധ വളരെ അനിവാര്യമാണ്. എത്ര മനോഹരമായി വുളു എടുത്തു എന്നത് ഒരു വിഷയമല്ല. വുളു മുറിയുന്ന കാര്യങ്ങൾ കടന്നു വന്നാൽ ആ വുളു ബാത്തിലാണ്. ഞാൻ ഇത്ര സമയം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വൃത്തിക്ക് ചെയ്ത വുളുവല്ലേ എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. വുളു മുറിയുന്ന നവാക്കിലുകൾ കടന്നു വന്നാൽ ആ വുളു ബാത്തിലാണ്. അയാൾ വീണ്ടും വുളു എടുക്കണം. അയാൾ നമസ്കരിക്കണമെങ്കിൽ, നമസ്കാരം സ്വീകാര്യോഗ്യമാകണമെങ്കിൽ ഷർത്തായ വുളു കൃത്യമായിരിക്കണം. ഇതുപോലെ നാം അറിയാതെ നമ്മുടെ ഇസ്ലാം തകർന്നു പോകും. മുസ്ലിമാണ്, മുഅ്മിനാണ്, പരലോകത്ത് അതിന്റെ പേരിലെങ്കിലും രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുന്ന ചില ആളുകളുണ്ട്. നരകത്തിൽ പോയിട്ടാണെങ്കിലും വിശ്വാസം ശരിയായതിന്റെ പേരിൽ ഞാനൊക്കെ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കാറുമുണ്ട് ചില ആളുകൾ. എന്നെങ്കിലുമൊക്കെ സ്വർഗത്ത് പോയിക്കൂടെ, ഈ വിശ്വാസം ഉള്ളതുകൊണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്ന നിലക്ക് മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സ്കോപ്പുമില്ലാത്ത ഒരവസ്ഥ വരെ സമ്മാനിക്കാൻ സുഹൃത്തുക്കളെ സാധ്യതയുണ്ട്. മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന 10 കാരണങ്ങളെ എണ്ണി. 10 കാരണങ്ങൾ മാത്രമല്ല, ഇമാം ഷാഫിഈയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ അതിനേക്കാൾ കാരണങ്ങൾ എണ്ണിയിട്ടുണ്ട്. പക്ഷേ ശൈഖുൽ ഇസ്ലാം എണ്ണിയ ഈ 10 കാരണങ്ങളുടെ പ്രത്യേകത ആരും അറിയാതെ പെട്ടുപോകുന്ന കാരണങ്ങളാണ്. അങ്ങനെയെങ്ങാനും നമ്മുടെ ദീന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഖുർആൻ പറയണം, കാഫിറായി മരിക്കേണ്ടി വരും, സത്യനിഷേധിയായി കുഫ്രിൽ അവൻ മരിക്കേണ്ടി വരും. ദുനിയാവിലും ആഖിറത്തിലും അവന്റെ കർമ്മങ്ങൾ ബാത്തിലായി പോകും. അവർ നരകാവകാശികളാകും. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായി മാറും എന്നാണ് പറയുന്നത്. മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് ഔട്ടാകുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ ജാഗ്രത കാണിക്കണം. പടച്ചറബിനോട് എത്രയും വേഗത്തിൽ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിവേ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നമുക്ക് വല്ലതും സംഭവിച്ചെങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങണം. 10 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അശ്ശിർകു ഫീ ഇബാദത്തില്ലാ, അല്ലാഹിലുള്ള ആരാധന മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കലാണ്. എന്താണ് ആരാധന? ഒരു ശക്തിയെ ഭയന്നുകൊണ്ട്, ഒരു ശക്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന സകല കാര്യങ്ങളും ആരാധനയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നിയ്യത്താക്കിയിട്ട് നാം ചെയ്യുന്ന വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും ആരാധനയാണ്. ആ ആരാധനക്ക് അർഹനായിട്ടുള്ളത് പടച്ചറബ് മാത്രമാണ്. ലഹു ദഅവത്തുൽ ഹഖ്, പ്രാർത്ഥനയും ആരാധനയും അർഹിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ആ ആരാധന അല്ലാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും പങ്കുവെച്ചു കഴിഞ്ഞാൽ അതാണ് ശിർക്ക്. ആരാധനയുടെ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. ആ ശിർക്ക് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അവന്റെ ശിർക്കിനെ അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അവന്റെ ശിർക്കും അവന്റെ കർമ്മങ്ങളും അല്ലാഹു പൊളിച്ചു കളയും. അവർ വഴികേടിന്റെ വക്താക്കളാകും. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ശിർക്ക് ആരിലെങ്കിലും സംഭവിച്ചു പോയി, ആ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന് സ്വർഗം ഹറാമാണ്, നരകം അവന് ശാശ്വത ലോകമാണ്. എന്നെങ്കിലും ഒരിക്കൽ സ്വർഗത്തിലേക്ക് പോകാമല്ലോ എന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകും. മനസ്സിനകത്ത് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ട വിശ്വാസം, ആരാധനകൾ നമ്മൾ ചോദിക്കേണ്ട ഏതെങ്കിലും ഒരു ചോദ്യം അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തികളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ സഹോദരന്മാർ അത് ശിർക്കാണ്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരോടുള്ള വിളിച്ചു പ്രാർത്ഥന, അവരോടുള്ള സഹായത്തേട്ടം, മരിച്ചു മൺമറഞ്ഞു പോയവർക്ക് വേണ്ടിയുള്ള ബലികർമ്മങ്ങൾ, അതുപോലെ തന്നെയുള്ള മറ്റു ആരാധനയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഏറ്റവും വലിയ പാപമാണ്. അത് സംഭവിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇന്ന് ആളുകൾ എത്ര ലാഘവത്തോടുകൂടെയാണ് അല്ലേ മരിച്ചുപോയ ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ന്യായങ്ങൾ നിരത്തുമ്പോൾ. എല്ലാറ്റിനും അവർക്ക് കഴിവുണ്ട്. കരയിലും അവരാണ്, കടലിലും അവരാണ്, ആകാശത്തും അവരാണ്, ഭൂമിക്കടിയിലും അവരാണ്, എല്ലായിടത്തും അവരാണ്. അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാം അവരോട് എന്ന് പറയുന്ന എത്രയെത്ര ക്ലിപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. സഹോദരന്മാരെ, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് ശിർക്കില്ല എന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അതാരെങ്കിലും കാണിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ പരലോകത്തിന് വേണ്ടിയാണ്. അതിനാരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവുമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ യഥാർത്ഥ മുവഹിദാണോ അല്ലേ എന്നത് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസാഇ യദ്ഊഹു, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ എന്ന പേരിൽ അള്ളാഹ്ക്കും നമുക്കുമിടയിൽ വസീലകൾ സ്വീകരിക്കുകയും എന്നിട്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് ശഫാഅത്ത് ചോദിക്കുകയും അവരിൽ തവക്കുലാക്കുകയും ചെയ്യുന്ന ആളുകൾ ഫഖദ് കഫറ ഇജ്മാ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കാൻ എന്ന വ്യാജേനയാണ് മുമ്പുകാലം മുതൽക്കേ ആളുകൾ അല്ലാഹു അല്ലാത്ത ശക്തികളെ വിളിച്ച് പ്രാർത്ഥിച്ചത്. മൻ അബ്ദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് അവരെ വിളിക്കുന്നത്. ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശകരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരം ആളുകളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ശഫാഅത്ത് ചോദിക്കുന്ന അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ മാലയിലുള്ള വരികളാണ്. അള്ളാഹുവിന്റെ റസൂലെ, പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ദുരിതത്തിലായി ഞങ്ങൾ പരലോകത്ത് എണീറ്റ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നീ ശഫാഅത്ത് നൽകണമേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബിയൊക്കെ വലിയ വലിയ ആളാണെന്നും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഞങ്ങളുടെ ശക്തിയാണ് പ്രവാചകനെന്നും പറഞ്ഞിട്ട് പിന്നീട് പ്രവാചകനോട് ഡയറക്റ്റ് ചോദിക്കുകയാണ്, അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മൂബിഖാത്തി, അങ്ങാണല്ലോ പാപം പൊറുക്കുന്നവൻ, വലിയ വലിയ പാപങ്ങളും ചെറിയ പാപങ്ങളും എല്ലാം പൊറുക്കുന്നത് നീയാണല്ലോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഗഫാർ എന്ന് അള്ളാന്റെ പേരല്ലേ, അപ്പൊ അള്ളാനെ ഉദ്ദേശിച്ചാണ്. അല്ല, നബിനെ കുറിച്ചാണ് പറയുന്നത്. അൻത ഗഫാറുൽ ഖതായാ, ഇടയാളന്മാരാണെന്ന വ്യാജേന ഇടയിൽ നിർത്തിയിട്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക. കല്ലാകാം, മരമാകാം, മറ്റു ശക്തികളാകാം, മരിച്ചുപോയവരാകാം, ജീവിച്ചിരിക്കുന്നവരാകാം, മലക്കുകളാകാം, ജിന്നുകളാകാം, പ്രവാചകന്മാരാകാം, ആരുമാകാം. അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെയും ആവശ്യമില്ല. وإذا سألك عبادي أني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي, എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞോ, ഞാൻ ഏറ്റവും അടുത്തവനാണ്. അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെയും ആവശ്യമില്ല. വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിലേക്ക് ഔലിയാക്കളെ സ്വീകരിക്കുന്ന ആളുകൾ അവർ പറയും, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അടുപ്പിക്കാൻ നമുക്കുള്ളത് അള്ളാന്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷങ്ങളും വെച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്തു കൂട്ടിയ സുഹൃതങ്ങൾ, നന്മകൾ നമുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാം. വബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ ആ വസീല ഏതാണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മരിച്ചുപോയ ആൾക്കാരല്ല, അത് ജിന്നുകളല്ല, മലക്കുകളല്ല, ഏതെങ്കിലും തരത്തിലുള്ള ശക്തികളോ വ്യക്തികളോ അല്ല, മറിച്ച് ആരാധനകളാണ്, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള നല്ല നല്ല മനുഷ്യന്മാരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെടാം. അതല്ലാതെ മറ്റൊരു വസീല എല്ലാം ഹറാമാണ്, ബിദ്അത്താണ്, പലതും ശിർക്കിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനെന്ന നിലക്ക് ഇടയിൽ ആളുകളെ സ്വീകരിച്ച് അവരോട് ഡയറക്റ്റ് ചോദിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള രണ്ടാമത്തെ സബബാണ്. മൂന്നാമത്തെ കാര്യം, ചില ആൾക്കാരെങ്കിലും പറയും ഇസ്ലാമാണ് ശരി എന്നൊക്കെ നമ്മളിങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇന്നത്തെ കാലത്ത് പറ്റുമോ, എല്ലാം ശരിയാണ്, എല്ലാം അതാണ്, എല്ലാം ഇന്ന നിലക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ മതം ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖബല മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനല്ലാത്ത മറ്റേതൊരു ദീനും ഏതൊരു വഴിയും ഏതൊരു മനഹജും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ അത് ഭീകരതയല്ല, അത് തീവ്രവാദമല്ല, അത് വർഗീയതയല്ല. ഞാൻ ഉൾക്കൊള്ളുന്ന ആശയം അത് ശരിയാണെന്ന് പറയാൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അവിടെ ആരും മയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ചില ആളുകൾ മുശ്രിക്കീങ്ങളുടെ, അതായത് ശിർക്ക് ചെയ്ത് ജീവിക്കുന്ന ബഹുദൈവാരാധകരുടെ കുഫറിനെയും ശിർക്കിനെയും ശിർക്കായി സമ്മതിക്കാതെ അതിലും ശരിയുണ്ട് ഇതിലും ശരിയുണ്ട് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സത്യനിഷേധത്തിലാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുന്നത്. ഖുർആൻ പറയാണ്, ആരെങ്കിലും ശരിയായ ഇസ്ലാമിക വിശ്വാസ ആചാര ഈമാനികമായ കാര്യങ്ങളിൽ കുഫർ വച്ചാൽ അവന്റെ കർമ്മം പൊളിഞ്ഞു പോകും, അവൻ പരലോകത്ത് നഷ്ടക്കാരനാണ്. അതാ നമ്മുടെ നിലപാട്. അതിൽ നമുക്ക് ശക്കുണ്ടാവാൻ പാടില്ല.
കുഫ്രിൽ, ഷിർക്കിൽ ഇന്ന കാര്യം ഷിർക്കാണ്, അത് സത്യനിഷേധമാണ്, അത് ബഹുദൈവ ആരാധനയാണ്, അത് അധർമ്മമാണ് എന്ന് പറയുന്നിടത്ത് നമുക്ക് യാതൊരുവിധ ശക്കും ഉണ്ടാകാൻ പാടില്ല, സംശയവും ഉണ്ടാകാൻ പാടില്ല. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഡൗട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ അത് ശരിയാണെന്ന് ഉൾക്കൊള്ളുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത ആശയങ്ങളും ആദർശങ്ങളും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആദർശത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് സമ്മതിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആരെങ്കിലും ഇത്തരം ബഹുദൈവ ആരാധകർ അവിശ്വാസികളല്ലെന്നും അവരുടെ മനഹജും ശരിയാണെന്നും വാദിച്ചാൽ അവർ ഇസ്ലാമിക ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ് എന്ന് അള്ളാഹുവിന്റെ ദീന് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം, അള്ളാന്റെ റസൂലിനേക്കാൾ നല്ല വഴി എത്രയുണ്ട്, എത്ര നല്ല നല്ല വഴികളുണ്ട്, എത്ര നല്ല ഇസങ്ങളുണ്ട്. നമ്മൾ കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്കണം. കാലം മാറുന്നതിനനുസരിച്ച് മാറാൻ നമുക്ക് പറ്റണം. നമ്മൾ പുരോഗമനവാദികളാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്, നമ്മൾ ചിന്തിക്കുന്ന ആളുകളാണ്, നമുക്ക് യുക്തിവാദികളാണ്. അങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയേക്കാൾ മറ്റു നല്ല വഴികളുണ്ടെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയേക്കാൾ ഏറ്റവും സമ്പൂർണമായ മറ്റു പല വഴികളുണ്ടെന്നും അള്ളാഹിന്റെ റസൂലിന്റെ വിധികളേക്കാൾ നല്ല മറ്റു പല വിധികളുണ്ടെന്നും വിശ്വസിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മനി അതഖദ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചാൽ ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതൊക്കെ പണ്ടത്തെ പഴഞ്ചൻ നിയമങ്ങൾ, അതൊന്നും ഇന്നത്തെ കാലത്തിന് യോജിക്കുന്നതല്ല. കൊന്നവനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ പ്രാകൃതമായ രീതിയല്ലേ, അതൊക്കെ വളരെ മോശമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാണ്ട് പറഞ്ഞു പോകും. ഇന്നത്തെ ചർച്ചകളിലും ഇതിലൊക്കെ പെട്ടിട്ട് അറിയാതെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 10 കാര്യങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? ഇത് അറിയാതെ കയറി വരുന്നതാണ്. മൗലിയാക്കന്മാര് പറഞ്ഞിരിക്കുകയാണ് ഇവരൊക്കെ അള്ളാന്റെ അടുത്ത ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ ഓരോട് പറഞ്ഞാൽ മതി. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അതൊന്നും തെറ്റല്ല. അങ്ങനെയാണ് ഇടയാളന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലവിധ ജനറലൈസ് ചെയ്തുകൊണ്ട് പല സംസാരങ്ങൾ വരുമ്പോൾ അറിയാതെ ആളുകളും പറയും അതും ശരിയാണ്, ഇതും ശരിയാണ്, ഒക്കെ ശരിയാണ്. ഇതും ഈ പറഞ്ഞ കാര്യവും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് പലരും ഇസ്ലാമിന്റെ സത്യകരമായ ഭാഗങ്ങളെ മറച്ചുവെച്ചിട്ട് ഇത്തരം ദുർന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അറിയാതെ വിശ്വാസികളുടെ മനസ്സിലും ഇത്തരം ആശയങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന വഴിയാണ് സമ്പൂർണ്ണം. ഫഇന്ന ഖൈറൽ ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ഹദി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന ഹദിയാണ്. ഇസ്ലാം ദൈവികമാണ്, അതിന്റെ പ്രമാണങ്ങൾ കൃത്യമായി റസൂൽ പഠിപ്പിച്ചു തരാൻ നമുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും നല്ല വഴി എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത. അല്ലാഹു റസൂൽ ഒരു കാര്യം ഒരു വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ നല്ലൊരു വഴി വേറെ ഉണ്ടെന്ന് പറയരുത്. അള്ളാഹു റസൂലും എന്തു പറഞ്ഞോ അത് അതുപോലെ വിശ്വസിക്കണം, അതുപോലെ ഉൾക്കൊള്ളണം. ഫയസല്ലിമു തസ്ലീമ, അതിന് പരിപൂർണമായി കീഴൊതുങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങൾ മുഅ്മിനാവൂല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദിയാണ്, മാർഗമാണ് ഏറ്റവും ശരിയായ ഹദി എന്ന് ആത്മാർത്ഥമായി നമ്മൾ വിശ്വസിക്കണം. അഞ്ചാമത്തെ കാര്യം സഹോദരന്മാരെ, മൻ അബ്ഗള ശൈഅൻ മിമ്മ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലു അമില ബിഹി കഫറ ഇജ്മാഅ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങളോട് ഈർഷ്യത, അതിനോടൊരു വെറുപ്പ്, അതിനോടൊരു പുച്ഛം നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ദീനാണ്. ചിലർ പറയും ഖുർആനിലുള്ള ദീനാണ്, ഖുർആനിലുള്ള വഹിയാണ്, മറ്റേതിന് നബിന്റെ അല്ലേ, മറ്റേതിന് സ്വഹാബത്ത് എഴുതിണ്ടാക്കിയൽ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാൾക്ക് എഴുതിണ്ടാക്കാൻ പറ്റിയതല്ല ഹദീസ്. ഹദീസ് സുഭദ്രമാണ്. ഈ ദീനിനെ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ, ഖുർആനെ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ ഹദീസിന്റെ കൂടെ സംരക്ഷണം അതിന്റെ കൂടെയുണ്ട്. കാരണം ഈ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് ഹദീസ്. ആ ഹദീസ് ആർക്കും എന്തും പറയാൻ പറ്റിയ മേഖലയാണെങ്കിൽ ഖുർആൻ എങ്ങനെ സംരക്ഷിക്കപ്പെടും? അതുകൊണ്ട് ഖുർആൻ സംരക്ഷിക്കപ്പെടുമെങ്കിൽ ഹദീസും സംരക്ഷിക്കപ്പെടും. രണ്ടും വഹിയാണ്. ദറജ കൊണ്ട് ഖുർആൻ ഒന്നാമത്, സുന്നത്ത് രണ്ടാമത് എന്ന് പറയുമെങ്കിൽ വിധിയുടെ കാര്യത്തിൽ രണ്ടും തുല്യമാണ്. ഖുർആൻ ഒരു കൽപ്പന നടത്തി, ഹദീസ് ഒരു കൽപ്പന നടത്തി, രണ്ടും സെയിമാണ്. ഖുർആൻ ഒരു കാര്യം വിലക്കി, ഹദീസിലൊരു കാര്യം വിലക്കുണ്ട്, രണ്ടും സെയിമാണ്. വിധിയുടെ കാര്യത്തിൽ രണ്ടും തുല്യമാണ്. പ്രമാണമെന്ന നിലക്ക് സ്വീകരിക്കുമ്പോൾ രണ്ടും ഒരേ ദറജയിലാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെ ഒന്നാമത്തെ ഖുർആൻ, രണ്ടാമത്തെ സുന്നത്ത് എന്ന് നമ്മളതിന്റെ പദവിക്കനുസരിച്ച് എണ്ണം പറയും എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒന്നിനോടും ഒരു വെറുപ്പും വെച്ച് പുറത്തുന്ന ആളുകളായി നമ്മൾ മാറരുത്. ഇപ്പോ ഹിജാബിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ആളുകൾ അങ്ങനെ എനിക്കത്ര വലിയ ഇഷ്ടമല്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്.
അതുപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച ബഹുഭാര്യത്വത്തിന്റെ കാര്യത്തിൽ പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ അത്യാവശ്യ ഘട്ടത്തിൽ നീതി പാലിക്കാൻ സാധിക്കുമെങ്കിൽ സ്വീകരിക്കാമെന്ന ഇസ്ലാമിന്റെ ഒരുപാട് നിബന്ധനകൾ വെച്ചുള്ള നിയമത്തിന്റെ കാര്യത്തിൽ നിഷേധ സ്വഭാവം വെച്ച് പുലർത്തുന്ന, അതുപോലെ തന്നെ അതിനോട് വെറുപ്പ് വെച്ച് പുലർത്തുന്ന ചില ആളുകളുണ്ട്. എനിക്കത് ദേഷ്യമാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഒരുപക്ഷെ എന്റെ ഹസ്ബൻഡ് അങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നതിന് ചില മറ്റു പല കാരണങ്ങൾ വെച്ച് പറയുന്ന ആൾക്കാരുണ്ടാവും. അത് അനുവദനീയമാണ് എന്നല്ല, പക്ഷെ അത് ദീനിൽ നിന്ന് പുറത്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വിധിയും കാര്യങ്ങളും ഒരിക്കലും ശരിയല്ല എന്ന നിലയ്ക്ക് അതിനോടൊരു ഈർഷ്യതയും അതിനോടൊരു ദേഷ്യവും പുച്ഛവും വെറുപ്പും വെച്ച് പുലർത്തുന്ന മനസ്സാണ് ഉള്ളതെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമിന്റെ ഓരോ വിധികളും എടുത്തു നോക്കാം. ചില ആൾക്കാർ പറയും പലിശയൊന്നും ഇല്ലാതെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം എന്താ ചെയ്യുക, അന്നത്തെ കാലത്ത് ഇപ്പം നബി അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. അറിയാതെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആറാമത്തെ കാര്യം, മനിസ്തഹ്സഅ ബില്ലാഹി ഔ ബിർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ബിശൈഇൻ മിൻ ദീനിർ റസൂൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ റസൂലിനെയോ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശിക്ഷയെയോ ഒരു കാര്യത്തിന്റെ പ്രതിഫലത്തെയോ എന്തിനെങ്കിലും പരിഹസിച്ചു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പരിഹാസം പല രൂപത്തിലുണ്ടാവും, പല നിലക്കുണ്ടാവും. അല്ലെ, ആളുകൾ തമാശക്ക് വേണ്ടിയിട്ട് ദീനിമലാണ് ആൾക്കാർ പലപ്പോഴും കളിക്കുക. അല്ലെ, എന്താ പോലെ നിസ്കരിക്കാത്ത വൈലുല്ലി മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കാത്തത്. അല്ലെ, ആളുകൾ പൊതുവേ ട്രോള് ശീലിച്ചതുകൊണ്ട് ആ ട്രോള് അള്ളാന്റെ റസൂലിനും ഖുർആനും നേരെ വെച്ചു പുലർത്തുന്ന ചില ആൾക്കാരുണ്ട്. അത് വളരെ ഗുരുതരമാണ്. അള്ളാഹുവിന്റെ ദീനെ ഒന്നിനെയും പരിഹസിക്കാൻ പാടില്ല. പരിഹാസം അള്ളാഹുവിനെയും റസൂലിനെയും ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തോടുമായി കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമാണ്. അത്തരം പരിഹസിക്കുന്ന ആളുകളുടെ കൂടെ ഫല തഖഉദു മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുക പോലും ചെയ്യരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ കപട വിശ്വാസികൾ മുഅ്മിനീങ്ങളെ സ്വഹാബത്തിനെങ്ങനെ പരിഹസിക്കും. വേറെ തീറ്റ പണ്ടാരങ്ങളാണ്, പേടിത്തൊണ്ടന്മാരാണ്, നമ്മളില്ലെങ്കിൽ കാണാനി വരെ ചെയ്യല് എന്നൊക്കെ പറയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിലെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു. അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, നബിയെ, ഞങ്ങളങ്ങനെ കാര്യത്ത് പറഞ്ഞു എന്നല്ല, ഞങ്ങൾ തമാശക്ക് പറഞ്ഞ ഇന്നാ കുന്നാ നഖുദു വനൽഅബ്, ഞങ്ങൾ തമാശ, കളി, വിനോദം ആ ഒരു നിലക്ക് പറഞ്ഞാണല്ല, സീരിയസ് ആയി പറഞ്ഞൊന്നല്ല. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹിനെ കൊണ്ട് റസൂലിനെ കൊണ്ടും അവന്റെ ആയാത്തുകളെ കൊണ്ടുമാണോ നിങ്ങളുടെ പരിഹാസം? ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ ഈമാൻ കിട്ടിയതിന് ശേഷം ഈമാൻ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അള്ളാന്റെ ഖുർആൻ മുനാഫിക്കുകളോട് എന്താ അവർ ചെയ്ത്? അവർ അള്ളാഹിനെ പരിഹസിച്ചിട്ടില്ല, നബിനെ പരിഹസിച്ചിട്ടില്ല, അവർ ഖുർആന്റെ ആയത്തിനെ പരിഹസിച്ചിട്ടില്ല, അവർ സ്വഹാബത്തിനെ പരിഹസിച്ചു. സ്വഹാബത്തിനെ പരിഹസിച്ചത് ഈ മൂന്നിനെയും പരിഹസിച്ചതിന് തുല്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയും നിങ്ങൾ ഈമാനിൽ പ്രവേശിച്ചതിന് ശേഷം ആ ഈമാൻ നഷ്ടപ്പെട്ടു പോയവരായി മാറിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ആയത്തിറക്കിയിട്ട് മുനാഫിക്കുകളോട്. അതുകൊണ്ട് ഒരു കാര്യത്തെ ഇപ്പൊ താടിയെ പരിഹസിക്കുന്ന ആൾക്കാർ, നെരിയേണ്ട മുകളിൽ പേരിട്ട് നടക്കുന്ന ആൾക്കാരെ പരിഹസിക്കുന്ന ആൾക്കാർ, ഇസ്ലാമിന്റെ ഓരോ വിഷയത്തെയും എടുത്തുകൊണ്ട് പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ആ രീതിക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. നാം അറിയാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ ജാഗ്രത പാലിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ ബാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. വലനബുലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു വളരെ നേരത്തെ തന്നെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ തന്നെ പറഞ്ഞതാണ്. അപ്പൊ ചില ആളുകൾ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരങ്ങൾക്ക് പകരം അല്ലാഹു ഹറാമാക്കിയ ചില ഹറാമാക്കിയ ചില വഴികൾ പരിഹാരമായിട്ട് കാണുന്ന ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സിഹർ എന്ന് പറയുന്നത്. ആഭിചാര വൃത്തിക്കാരുടെ അടുക്കൽ പോയി തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അവർ നിർദ്ദേശിക്കുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും സിഹർ ചെയ്യുകയും ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങൾ, അത്തരം പ്രവൃത്തിയിൽ മുഴുകുന്ന ആളുകൾ കുഫ്റിൽ അകപ്പെട്ടു പോകുമെന്നാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏഴാമത്തെ കാര്യം സിഹറാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ, സിഹർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്ന പരിഹാരമല്ല. അത് പഠിക്കാൻ പാടില്ല, പഠിപ്പിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല. എല്ലാവരും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാറൂത്തിനെയും മാറൂത്തിനെയും നിയോഗിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പറയും, നിങ്ങളിത് പഠിക്കരുത്,
നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾ കുഫറിൽ അകപ്പെട്ടു പോകും. വമാ കഫറ സുലൈമാൻ ഒരിക്കലും സത്യനിഷേധിയായിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമുന അന്നാസ സിഹ്ർ. ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് യഥാർത്ഥത്തിൽ പിന്നെ സത്യനിഷേധികളായി മാറിയത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം വഴികളിലേക്ക് നമ്മൾ പോകരുത്. അത് വൻ പാപമാണ്. ചെയ്യുന്നതും ചെയ്യിക്കുന്നതും പിന്നെ എല്ലാം കുറ്റകരമായി, പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ വൻ പാപമായി ചിത്രീകരിച്ച കാര്യമാണ് സിഹ്ർ എന്ന് പറയുന്നത്. പിശാചിന്റെ സേവയിലൂടെ നടത്തുന്ന ഇത്തരം ഗൂഢപ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് അനുവദിച്ച കാര്യമല്ല എന്നുള്ളതാണ്. എട്ടാമത്തത്, സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് എല്ലാവിധ വിത്തും വളവും നൽകി ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള എല്ലാവിധ സഹായവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടാകരുത്. എല്ലാ മതക്കാരോടും വളരെ മാന്യമായി, വളരെ സ്നേഹത്തോടെ, വളരെ സൗഹാർദ്ദത്തോടെ പോകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മെ ഉപദ്രവിക്കാത്ത, നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകളുമായിട്ട് നല്ല നിലക്ക് സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോകണമെന്നും അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്താൽ നിങ്ങൾക്കത് പ്രതിഫലമാണ് എന്നും അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നും ഖുർആൻ പറയുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കൾ ഇതര മതസ്ഥരാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നീ ബന്ധം ചേർക്കണം, അവരാണ് നിന്റെ സ്വർഗം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം അയൽവാസി വിശന്ന് കിടക്കുമ്പോൾ നീ വയർ നിറച്ച് ഉണ്ണരുതെന്ന് പറഞ്ഞപ്പോൾ അവിടെ അവന്റെ മതം പറഞ്ഞില്ല, ജാതി പറഞ്ഞില്ല. സക്കാത്തിന്റെ ഒരു ഓഹരിക്ക് പോലും അർഹരാണ് മനസ്സിണങ്ങി നമ്മളുമായി സഹവർത്തത്തിൽ ഏർപ്പെടുന്ന ഇത്തരം ആളുകൾ. ഒരുപക്ഷേ നമ്മുടെ ഉദ്ഹിയത്തും മറ്റു കാര്യങ്ങളിലുമൊക്കെ അവരെ നമ്മൾ ഭാഗമാക്കുന്നു. അതിനൊന്നും ഇസ്ലാമിന് തടസ്സമില്ല. എന്നാൽ ഇസ്ലാമിന്റെ വേരറുക്കാനും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും പള്ളികൾ കയ്യേറ്റം ചെയ്ത് ബുൾഡോസർ വെച്ചതിനെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മുന്നിൽ കൊടിപിടിക്കാനും അവർക്ക് വോട്ട് ചോദിക്കാനും ഇറങ്ങുന്ന ചില നാമധാരികളുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്കെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മുദാഹറത്ത് എന്ന് പറഞ്ഞാൽ സഹായം നൽകുക എന്നുള്ളതാണ്. മുആവനത്ത് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും പാടില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന വിഷയമായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഒമ്പതാമത്തെ കാര്യം, മൻ അഅ്തഖദ അന്ന ബഅദൻ നാസ് ലാ യജിബു അലൈഹി ഇത്തിബാഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ വാദിക്കുകയാണ്, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നബിയുടെ ശരീഅത്ത് ബാധകമല്ലാത്ത ചില ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുക. അത് ഈ സൂഫികൾ, അങ്ങനത്തെ ആളുകളൊക്കെ നിസ്കരിക്കാത്ത, ശൈഖുൽ ഇസ്ലാം ഇത് എഴുതുന്ന കാലത്ത് സൂഫികളും അത്തരം പല ആളുകളുമുണ്ട്. ആ കാലഘട്ടത്തിൽ അവരൊക്കെ ഒരു ദർജയിലെത്തിയ പിന്നെ നിസ്കാരമല്ല, നോമ്പില്ല, ഞങ്ങൾ ജദബിന്റെ ഹാലിലാണ്, ഞങ്ങൾക്ക് 40-ലധികം ജസദുകളുണ്ട്, അത് പലയിടങ്ങളിലും ഉണ്ടാകുമെന്ന് ഹറമിൽ നിസ്കരിക്കുമ്പോൾ മറ്റൊന്ന് അപ്പുറത്ത് സിനിമ ആയിരിക്കും, ഒന്നിപ്പുറത്ത് നോമ്പിന് ഭക്ഷണം കഴിക്കായിരിക്കും, 40 ജസദുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഅ് ഞങ്ങൾക്ക് പിൻപറ്റേണ്ട ആവശ്യമില്ല, അങ്ങനെ ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ചില പുത്തൻവാദികൾ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നോക്കൂ നിങ്ങൾ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇറങ്ങി വരുന്ന കാലത്ത് ഈസാ നബി പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ് പിൻപറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ജീവിച്ച് മരിച്ചു പോകുന്നത്. അപ്പോൾ ഒരാളും തന്നെ ഇതിൽ നിന്ന് മുക്തമല്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീഅത്തിൽ നിന്ന് ഇളവ് നൽകപ്പെട്ട് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായതുപോലെ ഇക്കാലത്തും മുഹമ്മദ് നബിയുടെ ശരീഅത്തിൽ നിന്ന് ഇളവ് നൽകപ്പെട്ട ചില സൂഫികളും ചില ഔലിയാക്കന്മാരും വലിയ വലിയ ദറജയിലുള്ള ആളുകളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. 10ാമത്തെ കാര്യം, സഹോദരന്മാരെ, നമ്മൾ എല്ലാവരും ജാഗ്രത കാണിക്കേണ്ട കാര്യമാണ് അൽ ഇറാദു അൻ ദീനില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിനെ അവഗണിക്കുക, അത് പഠിക്കാതെ, അത് പ്രവർത്തിക്കാതെ. ഖുർആൻ പറയാണ്, വമൻ അദ്ലം മിമ്മൻ ദുക്ര ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്ബോധനത്തിൽ നിന്ന് അതിനെ അവഗണിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമിയായിട്ട് ആരുണ്ട്? അവൻ അതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, വായിക്കുന്നു, കാണുന്നു. നേരം വെളുത്ത് വൈകുന്നേരം നമ്മൾ ബെഡിലേക്ക് പോകും വരെ എത്ര മണിക്കൂറാ ഫോൺ ഉപയോഗിക്കുന്നത്, എന്തെല്ലാം ആപ്ലിക്കേഷൻസാണ് നമ്മൾ നോക്കുന്നത്. തുറന്ന് വാട്സപ്പ് നോക്കുന്നു, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം നോക്കുന്നു, ആർക്കും അറിയാത്ത കുറെ ലോകത്തുകൂടെ കറങ്ങി നടക്കുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീൻ അത് നമ്മൾ പഠിക്കുന്നുണ്ടോ? അത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ?
സമയം അതിവേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ നമ്മളെ വിട്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സജീവരായിട്ടുള്ള യുവാക്കളുടെ മരണവാർത്തകൾ ഓരോ ദിവസവും വാട്സപ്പിലൂടെ കേൾക്കുമ്പോൾ ഒരു പ്രയാസവുമില്ലാത്ത ആളുകൾ ആക്സിഡന്റിൽ മരിച്ചു എന്ന വാർത്തകൾ നമ്മുടെ വാട്സപ്പിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ, സഹോദരന്മാരെ, ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറക്കാൻ തയ്യാറാകണം. നമുക്ക് തിരക്കുണ്ടാകാം, ശരിയാണ്, ഒരുപാട് ബാധ്യതകൾ ഉണ്ടാകാം, ശരിയാണ്. പക്ഷെ നാം മരിച്ചാൽ ഈ ബാധ്യത എന്താകും? ഈ തിരക്കെന്താകും? നമ്മുടെ സ്ഥാപനം എന്താകും? നമ്മുടെ ഭാരിച്ച ഈ ചുമതല ആര് നിർവഹിക്കും? അതൊക്കെ ആരെങ്കിലൊക്കെ നിർവഹിക്കും. അന്ന് നമ്മൾ ഖബറിലൊറ്റക്കായിരിക്കും. അന്ന് ഈ ദീനിനെ അവഗണിച്ചതിന്റെ അല്ലെ, നമ്മുടെ കുടുംബം പരിഗണിച്ചു, മക്കളെ പരിഗണിച്ചു, നാട്ടുകാരെ പരിഗണിച്ചു, ബിസിനസിനെ പരിഗണിച്ചു, ജോലി പരിഗണിച്ചു, എല്ലാം പരിഗണിച്ചു. അതിനുവേണ്ടി നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ തലച്ചോറ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ ശരീരം വിയർത്തൊഴുകി. പക്ഷേ ഖബർക്ക് കൊണ്ടുപോകാനുള്ള കാര്യത്തിന് നമ്മൾ എത്രത്തോളം ടൈം കൊടുത്തു, എത്രത്തോളം നമ്മൾ ചിന്തിച്ചു, എത്രത്തോളം നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ദീനിനെ ഒരിക്കലും അവഗണിക്കരുത്. ദീന് പഠിക്കാതെയും പ്രവർത്തിക്കാതെയും അശ്രദ്ധമായിട്ട് അലസമായി മുന്നോട്ട് പോകുന്നൊരു ജീവിതക്രമമാകരുത്. അനുദിനം എത്രയോ പഠിക്കാനുണ്ട്, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. 23 കൊല്ലം പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ, അതിന്റെ വക്ക് പോലും നമ്മളാരും കടിച്ചിട്ടില്ല. നിസ്കാരത്തിൽ എന്നും ഓതുന്ന ഫാത്തിഹന്റെ അർത്ഥം പോലും മര്യാദക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ആയത്തിൽ കുർസിന്റെ അർത്ഥം കസേരയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എത്ര പ്രാഥമികമായ നോളജ് പോലും ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് പഠിക്കണം ഈ ദീനിനെ, ഖുർആനിനെ, എന്നിട്ട് പ്രവർത്തിക്കണം. അതിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഉൾക്കൊണ്ട്, ഇത് സത്യമാണെന്ന് ഉൾക്കൊണ്ട്, ഇതിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായി എല്ലാം ഒഴിവാക്കി ആത്മാർത്ഥമായ ഒരു മുസ്ലിമായി അടിയുറച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളെയും നമ്മുടെ ഭയത്തെയും അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞുവെക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞുവെക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളുടെ ദുരന്തത്തെ അള്ളാഹു മായ്ച്ചു കളയുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മറച്ചുവെക്കുകയും മായ്ച്ചു കളയുകയും പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാറ്റിലും ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കാലവർഷം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ മഴയെ നമുക്ക് ഏറ്റവും നല്ല അനുഗ്രഹമാക്കി മാറ്റുമാറാവട്ടെ. ഇതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ എല്ലാ ശാപത്തെയും കെടുതിയെയും നമ്മെ തൊട്ട് അള്ളാഹു തടഞ്ഞു വെക്കുമാറാവട്ടെ. അള്ളാഹു നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ശുക്ർ കാണിച്ച് ചെറുതിന് പോലും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയുന്ന നല്ല ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ഏറ്റവും നല്ല ഒരു സമൂഹമാക്കി ഏറ്റവും നല്ലൊരു അവസ്ഥയിലേക്ക് ഉയർത്തുമാറാവട്ടെ. എല്ലാ ശാപങ്ങൾക്കിരയാകുന്ന വിഷയങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കടക്കണി കൊണ്ടും പ്രയാസം മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.